നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേകതരം ഭാരമുണ്ടെന്ന് മാധവന് തോന്നിത്തുടങ്ങിയത് സിദ്ധാർത്ഥൻ്റെ മരണശേഷമാണ്. കഴിഞ്ഞ 20 വർഷമായി തൻ്റെ ജീവശ്വാസമായിരുന്ന, സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്ന ആത്മമിത്രത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മാധവനെ തളർത്തിക്കളഞ്ഞിരുന്നു. കൊച്ചി നഗരത്തിലെ തിരക്കേറിയ തൻ്റെ ഫ്ലാറ്റിലിരിക്കുമ്പോൾ പോലും ജനാലയ്ക്കപ്പുറം പെയ്യുന്ന കനത്ത മഴയിലേക്ക് നോക്കി മാധവൻ ആലോചിച്ചത് സിദ്ധാർത്ഥൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഹൃദയാഘാതമായിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ സിദ്ധാർത്ഥൻ്റെ മുഖത്ത് അവസാനമായി കണ്ട ആ ഭയത്തിൻ്റെ നിഴൽ മാധവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. സാധാരണ ഒരു മരണത്തിൻ്റെ ശാന്തതയായിരുന്നില്ല അത്. കണ്ണുകൾ പുറത്തേക്ക് തള്ളി, വായ പകുതി തുറന്ന്, എന്തോ ഒരു ഭീകരരൂപത്തെ കണ്ട് ജീവൻ പോയതുപോലെയുള്ള ഒരു ഭാവമായിരുന്നു അത്. അതിലും ഭയാനകം അവൻ്റെ മൃതദേഹത്തിൻ്റെ നഖങ്ങൾക്കുള്ളിൽ കറുത്ത കട്ടപ്പിടിച്ച മാംസകഷ്ണങ്ങളും വായുടെ ഇരുവശങ്ങളിലും ഉണങ്ങിയ ചോരപ്പാടുകളും ഉണ്ടായിരുന്നു. മുറിയിലെ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം മാധവൻ്റെ തലയ്ക്കുള്ളിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ മുഴങ്ങി. ജനൽ ഗ്ലാസ്സിലേക്ക് നോക്കിയ മാധവൻ പെട്ടെന്ന് ഞെട്ടിയൊന്ന് പിന്നോട്ട് മാറി. കനത്ത മഴത്തുള്ളികൾക്കിടയിലൂടെ പുറത്തെ ഇരുട്ടിൽ ഒരു സ്ത്രീരൂപം വായുവിൽ ഒഴുകി നിന്ന് തൻ്റെ ഫ്ലാറ്റിലേക്ക് നോക്കി ഭ്രാന്തമായി ചിരിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കിയപ്പോൾ അവിടെ കറുത്ത ഇരുട്ടും കനത്ത മഴയും മാത്രം. അവനൊപ്പം ചെലവഴിച്ച കോളേജ് കാലഘട്ടവും അവർ ഒരുമിച്ച് നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളും മാധവൻ്റെ ഓർമ്മകളിൽ ഒന്നൊന്നായി തെളിഞ്ഞു വന്നു. സിദ്ധാർത്ഥനൊരു സാധാരണക്കാരനായിരുന്നില്ല. പ്രശസ്തനായ ചരിത്ര ഗവേഷകനും ലോകം കണ്ട പല നിഗൂഢതകളുടെയും ചുരുളഴിച്ച പ്രതിഭയുമായിരുന്നു അവൻ. എന്നാൽ അവസാനത്തെ കുറച്ച് മാസങ്ങളായി അവൻ ആളുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഉൾവലിഞ്ഞ് ജീവിക്കുകയായിരുന്നു. സ്വന്തം വീട്ടിൽ പോലും അവൻ ഇരുട്ടറകളിൽ കഴിഞ്ഞുകൂടി. വെളിച്ചത്തെ അവൻ ഭയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ വെളിച്ചത്തിൽ തൻ്റെ നിഴലിനൊപ്പം മറ്റെന്തോ കാണുന്നതിനെ അവൻ ഭയന്നിരുന്നു. ഫോൺ വിളിച്ചാൽ പോലും അവൻ എടുക്കാറില്ലായിരുന്നു. ഒരിക്കൽ മാധവൻ നിർബന്ധിച്ച് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. ജനലുകളെല്ലാം കറുത്ത തുണി കൊണ്ട് മറച്ച് മുറിക്കുള്ളിൽ ഒരൊറ്റ മെഴുകുതിരി വെളിച്ചത്തിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥൻ. അവൻ വരുന്നുണ്ട് മാധവ, എൻ്റെ നിഴലിലൂടെ അവൻ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ തലയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ദീനരോധനം കേൾക്കാം എന്ന് മാത്രമാണ് അന്ന് അവൻ പരിഭ്രാന്തിയോടെ പറഞ്ഞത്. മാധവൻ അതൊരു മാനസിക വിഭ്രാന്തിയെ കരുതി തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ അവൻ ശവക്കുഴിക്കുള്ളിലാണ്. ശവസംസ്കാരം കഴിഞ്ഞ 3-ാം നാൾ കനത്ത മഴയുള്ള ഒരു വൈകുന്നേരം മാധവനെ തേടിയൊരു രജിസ്റ്റേർഡ് കത്ത് വന്നു. അയച്ചയാളുടെ പേര് കണ്ട മാധവൻ്റെ കൈകൾ വിറച്ചു. അത് സിദ്ധാർത്ഥൻ മരിക്കുന്നതിന് തലേ ദിവസം പോസ്റ്റ് ചെയ്തതായിരുന്നു. തപാൽ മുദ്രയിൽ കണ്ട തീയതി അവനിൽ പരിഭ്രാന്തി ജനിപ്പിച്ചു. മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ അവൻ എന്തിനായിരിക്കും തനിക്കൊരു കത്തയച്ചത്? മാധവൻ വിറയ്ക്കുന്ന കൈകളോടെ കത്ത് കീറി വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മാധവന്, നീ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. എൻ്റെ മരണം അവരൊരു സ്വാഭാവിക മരണമായി ചിത്രീകരിച്ചേക്കാം. ഡോക്ടർമാർ ഹൃദയസ്തംഭനമെന്ന് പറയുമായിരിക്കും. എന്നാൽ നീയെങ്കിലും അറിയണം, ഞാൻ മരണത്തെ ഭയന്നല്ല, മറിച്ച് ഞാൻ കണ്ടെത്തിയ ആ സത്യത്തെ ഭയന്നാണ് ഒളിച്ചോടിയത്. എൻ്റെ ജീവിതം, എൻ്റെ ജനനം, എൻ്റെ ഗവേഷണങ്ങൾ എല്ലാം ഒരു വലിയ നിഗൂഢതയായിരുന്നു. ലോകത്തിനു മുന്നിൽ ഞാൻ ആരായിരുന്നുവെന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പോലും ചരിത്രത്തിൽ നിന്ന് മായ്ക്കുകയാണ്. എൻ്റെ സർട്ടിഫിക്കറ്റുകളും ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഞാൻ തന്നെ നശിപ്പിച്ചു. ഈ ലോകത്ത് എൻ്റെ പേര് അവശേഷിക്കരുത്. എൻ്റെ പേര് ഉച്ചരിക്കപ്പെടുന്നത് പോലും ആ ഭീകരതയെ തിരികെ വിളിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ നിനക്ക് എന്നെ അറിയാൻ അവകാശമുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സർവവും, ഞാൻ നേരിട്ട ആ അമാനുഷിക സത്യങ്ങളും ഞാൻ എഴുതിയ ഡയറിയിലുണ്ട്. അത് ഞാൻ സുരക്ഷിതമായ ഒരിടത്ത് ഒളിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് ആ സ്ഥലം കണ്ടെത്താം. പക്ഷേ ഒന്ന് മാത്രം ഓർക്കുക മാധവ, ആ ഡയറി നീ തുറക്കുന്ന നിമിഷം മുതൽ എന്നെ വേട്ടയാടിയ അതേ ഇരുണ്ട ശക്തികൾ നിന്നെയും തേടിയെത്തും. അവയ്ക്ക് കണ്ണുകളില്ല,
പക്ഷേ മണം പിടിച്ചറിയാൻ കഴിയും. അവയ്ക്ക് രൂപമില്ല, പക്ഷേ നിന്റെ ഭയത്തിൻ്റെ രൂപം അവ സ്വീകരിക്കും. പിന്മാറാൻ നിനക്ക് ഇപ്പോഴും സമയമുണ്ട്. ഈ കത്ത് കത്തിച്ചു കളഞ്ഞ് നീ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക. പക്ഷേ സത്യമറിയണമെങ്കിൽ ഇറങ്ങിത്തിരിക്കുക. മരണത്തിൻ്റെ നിഴൽ നിനക്ക് പിന്നാലെ ഉണ്ടാകും. മാധവൻ ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണീരിനിടയിലും അവൻ്റെ മനസ്സിലൊരു ദൃഢനിശ്ചയം രൂപപ്പെട്ടു. തൻ്റെ സുഹൃത്തിൻ്റെ ജീവിത രഹസ്യം എന്തായാലും അത് കണ്ടെത്തുക തന്നെ വേണം. സിദ്ധാർത്ഥൻ അനുഭവിച്ച ആ നരകയാതന എന്താണെന്ന് ലോകത്തെ അറിയിച്ചില്ലെങ്കിലും അവൻ്റെ ആത്മാവിന് ശാന്തി നൽകാൻ തനിക്കാവണം. മാധവൻ കത്ത് മടക്കി പോക്കറ്റിലിട്ടു. ആ നിമിഷം മുറിക്കുള്ളിലെ പ്രകാശം ഒന്ന് മങ്ങിയതുപോലെ അവന് തോന്നി. ഫ്ലാറ്റിൻ്റെ ലിവിംഗ് റൂമിലെ ഇൻവെർട്ടർ ബൾബുകൾ ഒന്നിരുണ്ടു കെട്ടു. ചുറ്റുമുള്ള വായുവിന് പെട്ടെന്നൊരു ചീഞ്ഞ മാംസത്തിൻ്റെയും പഴയ ശവക്കല്ലറയുടെയും കടുത്ത ഗന്ധം പടർന്നത് അവനറിഞ്ഞു. എന്നാൽ അവനത് തൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതി അവഗണിച്ചു. സിദ്ധാർത്ഥൻ കത്തിൽ സൂചിപ്പിച്ച പഴയ ഓർമ്മകൾ എന്തായിരിക്കും? മാധവൻ ചിന്താക്കുഴപ്പത്തിലായി. അവർ ഒരുമിച്ച് പഠിച്ച കലാലയം, ആദ്യമായി പോയ ട്രക്കിംഗ് യാത്രകൾ, ഗവേഷണങ്ങൾക്കായി സന്ദർശിച്ച പുരാതനമായ ക്ഷേത്രങ്ങൾ, അങ്ങനെ പലതും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പാപനാശത്തെ കാടുകളും തഞ്ചാവൂരിലെ രഹസ്യ അറകളുമെല്ലാം അവർ ഒരുമിച്ച് സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും സിദ്ധാർത്ഥൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലായിരുന്നു. പെട്ടെന്നാണ് മാധവന് ആ കാര്യം ഓർമ്മ വന്നത്. സിദ്ധാർത്ഥൻ അവൻ്റെ പൂർവികരുടെ തറവാടായ നീലമനയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ടായിരുന്നു. വയനാട്ടിലെ ഘനഘോരമായ വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പഴയ എട്ടുകെട്ട്. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെ നിഗൂഢമായ മരണശേഷം അവൻ അങ്ങോട്ട് പോയിട്ടേയില്ല. കുട്ടിക്കാലത്ത് അവിടെ വെച്ച് താൻ കണ്ട ചില കാഴ്ചകളാണ് തൻ്റെ രാത്രികളുടെ ഉറക്കം കെടുത്തിയതെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അവൻ ആരോടും പറയാതെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് അവിടെ കുറച്ചുനാൾ താമസിച്ചിരുന്നതായി മാധവൻ അറിഞ്ഞിരുന്നു. തീർച്ചയായും ആ ഡയറി നീലമനയിൽ തന്നെയുണ്ട്. അത് മറ്റെവിടെയുമാകാൻ വഴിയില്ല. സിദ്ധാർത്ഥൻ്റെ വേരുകൾ കിടക്കുന്നത് ആ മണ്ണിലാണ്. ആ മണ്ണിൽ തന്നെയാണ് അവൻ തൻ്റെ അവസാന രഹസ്യവും കുഴിച്ചു മൂടിയിരിക്കുന്നത്. മാധവൻ ഒട്ടും സമയം കളയാതെ യാത്രയ്ക്ക് തയ്യാറായി. എന്നാൽ ഈ അപകടകരമായ യാത്രയിൽ താൻ തനിച്ചാകുന്നത് ബുദ്ധിയല്ലെന്ന് അവന് തോന്നി. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ എന്തോ പൊരുത്തക്കേടുകളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മറ്റ് 2 പേരെ കൂടി ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കാൻ മാധവൻ തീരുമാനിച്ചു. ആദ്യം അവൻ വിളിച്ചത് ഡോക്ടർ രാഹുലിനെയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് ഫോറൻസിക് സർജനാണ് രാഹുൽ. യുക്തിചിന്തയിലും ശാസ്ത്രീയ അപഗ്രന്ഥത്തിലും വിശ്വസിക്കുന്ന ഭൗതികവാദിയായ ഒരു മനുഷ്യൻ. സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില വിചിത്രമായ കാര്യങ്ങൾ രാഹുൽ ശ്രദ്ധിച്ചിരുന്നു. ഹൃദയാഘാതമെന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അവൻ്റെ ശരീരത്തിലെ രക്തക്കുഴലുകളെല്ലാം കറുത്ത നിറമായി ഉണങ്ങിപ്പോയതും ആന്തരികാവയവങ്ങൾ ഏതോ വലിയ ചൂടിൽ വെന്തുരുകിയതുപോലെ കാണപ്പെട്ടതും രാഹുലിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു. 2ാമത്തെ ആൾ അഞ്ജലിയായിരുന്നു. പുരാതന ലിപികളിലും താളിയോല ഗ്രന്ഥങ്ങളിലും സ്പെഷ്യലൈസ് ചെയ്ത ഇൻസ്ക്രിപ്ഷൻ എക്സ്പെർട്ട്. സിദ്ധാർത്ഥൻ്റെ അവസാനത്തെ പല ഗവേഷണങ്ങളിലും അഞ്ജലി പങ്കാളിയായിരുന്നു. ഒടുവിൽ അവർ കണ്ടെത്തിയ ചില പുരാതന യന്ത്രങ്ങളുടെയും ലിപികളുടെയും വിവർത്തനം പൂർത്തിയാക്കാൻ സിദ്ധാർത്ഥൻ അഞ്ജലിയെയാണ് ഏൽപ്പിച്ചത്. മാധവൻ്റെ ഫ്ലാറ്റിൽ മൂവരും ഒത്തുകൂടി. മാധവൻ സിദ്ധാർത്ഥൻ്റെ കത്ത് അവർക്ക് മുന്നിൽ വെച്ചു. ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് മാധവ, കത്ത് വായിച്ച ശേഷം രാഹുൽ പറഞ്ഞു. മെഡിക്കൽ സയൻസിൽ ശാപങ്ങൾക്കോ അമാനുഷിക ശക്തികൾക്കോ സ്ഥാനമില്ല. സിദ്ധാർത്ഥന് അവസാന കാലത്ത് കടുത്ത ഭ്രാന്തോ അല്ലെങ്കിൽ സ്കീസോഫ്രീനിയോ ബാധിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കത്തിലുള്ളത്. എങ്കിലും അവൻ്റെ മരണത്തിലെ ചില അസ്വാഭാവികമായ കാര്യങ്ങൾ കാരണം ഞാൻ നിനക്കൊപ്പം വരാം. നീലമരയിൽ വെച്ച് അവൻ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്തണം. അഞ്ജലി കത്തിലെ വരികളിൽ തൊട്ടു നോക്കി. അവളുടെ മുഖത്ത് ഭയമായിരുന്നു. രാഹുൽ പറയുന്നത് പോലെ അത്ര ലളിതമല്ല ഇത്. സിദ്ധാർത്ഥൻ അവസാനമായി എന്നോട് സംസാരിച്ചപ്പോൾ രക്തനിലാവിൻ്റെ പൂജയെക്കുറിച്ച് ചോദിച്ചിരുന്നു. മലബാറിലെ ചില പുരാതന നമ്പൂതിരി കുടുംബങ്ങൾ ചെയ്തിരുന്ന ചോരപൂജകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അവൻ തിരിഞ്ഞത്.
നീലമന എന്നത് വെറുമൊരു തറവാടല്ല, അത് മന്ത്രവാദത്തിൻ്റെ വലിയൊരു കേന്ദ്രമായിരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ മൂവർ സംഘം യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. മാധവന്റെ SUV കാറിൽ അവർ വയനാട്ടിലെ മലനിരകൾ ലക്ഷ്യമാക്കി പാഞ്ഞു. നഗരത്തിൻ്റെ വെളിച്ചവും തിരക്കുകളും ഒഴിഞ്ഞു മാറിയപ്പോൾ പ്രകൃതി കറുത്ത വസ്ത്രമണിഞ്ഞു തുടങ്ങി. പച്ചപ്പ് നിറഞ്ഞ മലനിരകളും മൂടൽമഞ്ഞും കടന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ കൺവഴിയിലൂടെ മാധവൻ വണ്ടി ഓടിച്ചു. സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രമാണ് ആ കറുത്ത കാട്ടുപാതയിൽ ആകെയുണ്ടായിരുന്ന പ്രകാശം. ഇരുവശത്തും നിൽക്കുന്ന കൂറ്റൻ ഈട്ടിമരങ്ങളും തേക്ക് മരങ്ങളും ആകാശത്തെ മറച്ചു പിടിച്ചിരുന്നു. മൊബൈൽ സിഗ്നലുകൾ പൂർണ്ണമായും ഇല്ലാതെയായി. വണ്ടിക്കുള്ളിലൊരു കനത്ത നിശബ്ദത പടർന്നു. നമ്മൾ ശരിയായ വഴിയിലാണ് മാധവ പോകുന്നത്? അഞ്ജലി ഭീതിയോടെ ജനാലയ്ക്കപ്പുറത്തേക്ക് നോക്കി ചോദിച്ചു. കാറ്റിൻ്റെ വേഗത കൂടിക്കൂടി വന്നു. മരച്ചില്ലകൾ പരസ്പരം തല്ലി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അതെ അഞ്ജലി, GPS വർക്ക് ചെയ്യുന്നില്ലെങ്കിലും സിദ്ധാർത്ഥൻ മുൻപ് തന്നിരുന്ന വഴി കൃത്യമായി എനിക്ക് ഓർമ്മയുണ്ട്. ഈ മലയിടുക്ക് കഴിഞ്ഞാൽ നീലമനയുടെ അതിർത്തി തുടങ്ങും. മാധവൻ സ്റ്റിയറിങ്ങിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിലേക്ക് ഒരു രൂപം ചാടി വീണു. മാധവൻ സർവ്വശക്തിയും എടുത്ത് ബ്രേക്ക് ചവിട്ടി. ടയറുകൾ റോഡിലൊരിഞ്ഞ് കരിഞ്ഞ മണം വണ്ടിക്കുള്ളിലേക്ക് പടർന്നു. വണ്ടി കൃത്യം ആ രൂപത്തിന് തൊട്ട് മുൻപിൽ നിന്നു. മൂവരും ഞെട്ടിവിറച്ചു. റോഡിന് നടുവിൽ നിൽക്കുന്നത് വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. നീണ്ട ജട പിടിച്ച നരച്ച മുടിയും താടിയും കീറിപ്പറഞ്ഞ കറുത്ത വസ്ത്രവുമാണ് അയാൾ ധരിച്ചിരുന്നത്. അയാളുടെ കണ്ണുകൾ അസാധാരണമാംവിധം തിളങ്ങുന്നുണ്ടായിരുന്നു. കൈകളിൽ കാട്ടുചെടികൾ കൊണ്ട് കെട്ടിയ ഒരു വടിയുണ്ടായിരുന്നു. രാഹുൽ ദേഷ്യത്തോടെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി. എന്താ താനീ കാണിക്കുന്നത്? വണ്ടിക്ക് മുന്നിലേക്ക് ചാടുകയാണ്. ആ വൃദ്ധൻ പതുക്കെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അയാളുടെ വായിൽ നിന്ന് പച്ചിലകളുടെയും ഏതോ മൃഗത്തിൻ്റെ ചോരയുടെയും കടുത്ത വന്യമായ മണം പുറപ്പെടുന്നുണ്ടായിരുന്നു. അയാൾ മാധവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ വിറയ്ക്കുന്ന വിരൽ ചൂണ്ടി പറഞ്ഞു. തിരികെ പോകും മക്കളെ. നീലമലയിലെ ഇരുട്ട് ഉണർന്നിരിക്കുന്നു. അതിനിപ്പോൾ ചോരയുടെ മണമാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് ശങ്കരൻ നമ്പൂതിരി ജീവനോടെ അടച്ച ആ വാതിലുകൾ ആരോ തുറന്നിരിക്കുന്നു. ഇനി അവിടെ ജീവനുള്ളതൊന്നും അവശേഷിക്കില്ല. ആരാണ് നിങ്ങൾ? ശങ്കരൻ നമ്പൂതിരിയെക്കുറിച്ച് നിങ്ങൾക്കെങ്ങനെ അറിയാം? മാധവൻ വണ്ടിയിൽ നിന്നിറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. വൃദ്ധൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആ ചിരി മനുഷ്യൻ്റേതുപോലെയല്ലായിരുന്നു. കാട്ടിലെ മരങ്ങളിൽ തട്ടി അത് പ്രതിധ്വനിച്ചു. ഞാൻ ഈ കാടിൻ്റെ കാവൽക്കാരനാണ്. പെരിയസ്വാമി എന്ന് വിളിക്കും. നിങ്ങളുടെ ആ സുഹൃത്ത് സിദ്ധാർത്ഥൻ. അവൻ അവളുടെ ശരീരത്തിലേക്ക് വഴിമാറിക്കൊടുത്തു. അവൻ്റെ ആത്മാവിപ്പോൾ ആ എട്ടുകെട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ തൂങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ പോയാൽ ചാരമായി മാത്രമേ മടങ്ങിക്കൊള്ളൂ. അത്രയും പറഞ്ഞ് അയാൾ കാട്ടുചെടികൾക്കിടയിലെ കറുത്ത ഇരുട്ടിലേക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷനായി. രാഹുൽ അത് വെറുമൊരു ഭ്രാന്തൻ്റെ ജൽപ്പനമായി തള്ളിക്കളഞ്ഞെങ്കിലും അഞ്ജലിയും മാധവും ഭയന്നു വിറച്ചു. കാട്ടിലെ തണുപ്പ് വണ്ടിക്കുള്ളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. വണ്ടി മുന്നോട്ട് നീങ്ങി. റോഡ് പൂർണ്ണമായും ഇല്ലാതെയായി. പകരം വലിയ കല്ലുകളും ചെളിയും നിറഞ്ഞ ഒരു കാട്ടുപാതയായി മാറി. ടയറുകൾ കല്ലുകളിൽ തട്ടി വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. മാധവൻ്റെ നെഞ്ചെടുപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും വായുവിന് കനത്ത ഈർപ്പവും ചീഞ്ഞ ഇലകളുടെ ഗന്ധവും കൂടി വന്നു. സമയം രാത്രി 9:30 കഴിഞ്ഞപ്പോൾ കാടിൻ്റെ ഒരു വലിയ വിജന പ്രദേശത്ത് ആ പുരാതന തറവാട് ദൃശ്യമായി. നീലമന കാട് കയറി മൂടിക്കിടക്കുന്ന വലിയൊരു എട്ടുകെട്ടായിരുന്നു അത്. ചുറ്റും കൂറ്റൻ പേരാൽ മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവയുടെ വള്ളികൾ തറവാടിൻ്റെ മേൽക്കൂരയിലേക്ക് പാമ്പിനെ പോലെ പടർന്നിറങ്ങിയിരുന്നു. കരിങ്കല്ലിൽ പണിത വലിയ മതിൽക്കെട്ടുകൾ. അവയ്ക്ക് മുകളിൽ പായലും കാട്ടുചെടികളും രക്തവർണ്ണത്തിലുള്ള ചില വള്ളിച്ചെടികളും പടർന്നു പിടിച്ചിരിക്കുന്നു. തറവാടിൻ്റെ പ്രധാന കവാടം വലിയ ഇരുമ്പ് കമ്പികളാൽ തീർത്തതായിരുന്നു. അതിൽ വലിയ തടിയൻ പൂട്ടുകൾ തൂങ്ങിക്കിടന്നു. മാധവൻ വണ്ടി നിർത്തി. ഹെഡ്ലൈറ്റുകൾ ഓഫാക്കിയില്ല. ആ വെളിച്ചത്തിൽ തറവാടിൻ്റെ മുൻഭാഗം വിചിത്രമായി തോന്നിപ്പിച്ചു. നമ്മൾ എത്തിയിരിക്കുന്നു, മാധവൻ പറഞ്ഞു. ഭയങ്കരമായ ഉരുടം തന്നെയില്ലേ ഇത്? അഞ്ജലി തൻ്റെ ക്യാമറ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നടുമുറ്റത്ത് വലിയ ജീവികളെന്തോ ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു.
നമുക്ക് സമയം കളയാനില്ല. വേഗം അകത്ത് കയറി ആ ഡയറി കണ്ടെത്തണം. പുലരുന്നതിന് മുൻപ് എനിക്ക് കൊച്ചിയിലേക്ക് മടങ്ങണം. രാഹുൽ തൻ്റെ ഫോറൻസിക് കിറ്റും ഒരു വലിയ ടോർച്ചും എടുത്തുകൊണ്ട് പറഞ്ഞു. മൂവരും കാറിൽ നിന്നിറങ്ങി. മാധവൻ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് ഒരു വലിയ ഇരുമ്പ് ദണ്ടും ഒരു വലിയ LED ടോർച്ചും എടുത്തു. കവാടത്തിനടുത്തേക്ക് അവർ നടന്നു. കാറ്റിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ലായിരുന്നു. കവാടത്തിൻ്റെ പൂട്ടുകൾ പൂർണ്ണമായും തുരമ്പെടുത്തിരുന്നു. മാധവൻ ഇരുമ്പ് ദണ്ടുകൊണ്ട് ആ പൂട്ടിന്മേൽ ആഞ്ഞടിച്ചു. ശബ്ദം ആ കാട്ടിലാകെ പ്രതിധ്വനിച്ചു. മരങ്ങളിൽ നിന്നും നൂറുകണക്കിന് വവ്വാലുകൾ ചിറകടിച്ചുയർന്നു. മൂന്നാമത്തെ അടിയിൽ പൂട്ട് തകർന്നു വീണു. മാധവൻ വലിയ ഇരുമ്പ് കതക് തള്ളി തുറന്നു. കതക് തുറന്നപ്പോൾ അകത്തുനിന്ന് വർഷങ്ങളായി അടഞ്ഞു കടന്ന് പഴകിയ മരത്തിൻ്റെയും ഒപ്പം ഏതോ വലിയ മൃഗം ചത്ത് ചീഞ്ഞതിൻ്റെയും കടുത്ത അസഹ്യമായ ദുർഗന്ധം പുറത്തേക്ക് വന്നു. മൂവരും മൂക്ക് പൊത്തിപ്പിടിച്ചു. പതുക്കെ അകത്തേക്ക് കാലെടുത്ത് വെച്ചു. അകത്തേക്ക് കയറിയ അവർ ടോർച്ച് വെളിച്ചം ചുറ്റും പായിച്ചു. വലിയ ഹാൾ. ചുവരുകളിൽ മരപ്പണികളാൽ തീർത്ത വലിയ തൂണുകൾ ഉണ്ടായിരുന്നു. നിലത്ത് കട്ടിയുള്ള പൊടി പടർന്നിരുന്നു. ചുവരുകളിൽ ശങ്കരൻ നമ്പൂതിരിയുടെയും മറ്റ് പൂർവികരുടെയും മങ്ങിയ എണ്ണച്ചായ ചിത്രങ്ങൾ തൂങ്ങിക്കിടന്നിരുന്നു. ആ ചിത്രങ്ങളിലെ കണ്ണുകൾ തങ്ങളെ തുറിച്ചു നോക്കുന്നതായും അവയിലെ അധരങ്ങൾ നിശബ്ദമായി ചലിക്കുന്നതായും മാധവന് തോന്നി. ഓരോ മുഖത്തും വലിയൊരു ക്രൂരത നിഴലിച്ചിരുന്നു. ഇവിടെ നോക്കൂ. അഞ്ജലി തറയിലെ പൊടിയിലേക്ക് ടോർച്ചടിച്ചു. അവിടെ പുതിയ ചില കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. അവ നേരെ മുകളിൽ നിലയിലേക്കാണ് പോകുന്നത്. ഇത് സിദ്ധാർത്ഥൻ്റെ കാൽപ്പാടുകൾ തന്നെയാകാം. അവൻ ഇവിടെ വന്ന് താമസിച്ചിരുന്നുവെന്നതിന് വ്യക്തമായ തെളിവ്, രാഹുൽ പറഞ്ഞു. ഹാളിൻ്റെ നടുവിലായി ഒരു വലിയ ആൾരൂപ കണ്ണാടി ഉണ്ടായിരുന്നു. ബെൽജിയം ഗ്ലാസ് കൊണ്ട് തീർത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ണാടി. അതിൽ കറുത്ത പാടുകൾ വീണിരുന്നു. മാധവൻ ആ കണ്ണാടിയുടെ മുന്നിലൂടെ നടന്നപ്പോൾ സ്വന്തം നിഴൽ അതിൽ കണ്ടു. എന്നാൽ അവൻ്റെ നിഴലിന് തൊട്ടു പിന്നിലായി മറ്റൊരു കറുത്ത രൂപം നിൽക്കുന്നത് പോലെ അവന് തോന്നി. ആ രൂപത്തിന് മനുഷ്യൻ്റെ ആകൃതി ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ കഴുത്ത് വികൃതമായി ഒടിഞ്ഞിരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് 2 കറുത്ത കുഴികൾ മാത്രം. അതിൽ നിന്ന് കറുത്ത പുഴുക്കൾ പുറത്തേക്ക് ഇഴയുന്നുണ്ടായിരുന്നു. മാധവൻ ഞെട്ടി പിന്തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ രാഹുലും അഞ്ജലിയുമല്ലാതെ ആരുമുണ്ടായിരുന്നില്ല. മാധവ, എന്ത് പറ്റി? അഞ്ജലി ഭയത്തോടെ ചോദിച്ചു. അവിടെ ആ കണ്ണാടിയിൽ ഞാൻ എൻ്റെ കൂടെ മറ്റാരെയോ കണ്ടു. മാധവൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് തോന്നിയതാണ് മാധവ. ഈ ഇരുട്ടും പഴയ അന്തരീക്ഷവും നിന്റെ മനസ്സിനെ ഭയപ്പെടുത്തുകയാണ്. വാ, നമുക്ക് മുകളിലേക്ക് പോകാം, രാഹുൽ യുക്തിയോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. എങ്കിലും രാഹുലിൻ്റെ ടോർച്ച് വെളിച്ചം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർ എട്ടുകെട്ടിൻ്റെ നടുമുറ്റത്തിന് ചുറ്റുമുള്ള വരാന്തയിലൂടെ നടന്നു. നടുമുറ്റത്ത് ആകാശത്തു നിന്നുള്ള മഴവെള്ളം കെട്ടിക്കിടന്ന് പച്ച നിറമായി മാറിയിരുന്നു. അതിൽ വിചിത്രമായ വലിയ പ്രാണികൾ നീന്തി നടക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിന് മുകളിൽ ഒരു നേരിയ പുകപടലം ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. വായുവിന് കടുത്ത തണുപ്പായിരുന്നു. അവർ മുകളിലത്തെ നിലയിലേക്കുള്ള വലിയ തടിയൻ പടവുകൾ കയറാൻ തുടങ്ങി. ഓരോ പടി കയറുമ്പോഴും മരപ്പലകകൾ വലിയ ശബ്ദത്തോടെ മൂളിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവർക്ക് പിന്നിൽ നിന്നും പടവുകൾ ഒന്നൊന്നായി തനിയെ തകരുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയ അവർ കണ്ടത് തടിയൻ പടവുകൾ കറുത്ത ദ്രാവകമായി ഉരുകി താഴേക്ക് ഒലിക്കുന്നതാണ്. ഇനി തിരിച്ചു പോക്കില്ലെന്ന അവസ്ഥ. മുകളിലെത്തിയപ്പോൾ അവർ സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന മുറി കണ്ടെത്തി. ആ മുറിയുടെ വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. മുറിക്കുള്ളിലൊരു പഴയ മേശയും കസേരയും ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് മെഴുകുതിരികൾ കത്തിത്തീർന്ന അവശിഷ്ടങ്ങളും ചില പുരാതന ഗ്രന്ഥങ്ങളും ചിതറിക്കിടന്നിരുന്നു. മേശപ്പുറത്തിരുന്ന ഒരു വലിയ പുസ്തകം അഞ്ജലി എടുത്തു നോക്കി. അത് സാധാരണ കടലാസിൽ എഴുതിയതായിരുന്നില്ല. കട്ടിപ്പൂപ്പൽ പിടിച്ച താളിയോലകളായിരുന്നു. ദൈവമേ, ഇത് ഉഗ്രയാമൽ തന്ത്രമാണ്, അഞ്ജലി അത്ഭുതത്തോടെയും ഭയത്തോടെയും പറഞ്ഞു. പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ പിശാചുക്കളെയും യക്ഷികളെയും ആവാഹിക്കുന്ന അതിഭീകരമായ മന്ത്രവാദ മുറകളാണ് ഇതിലുള്ളത്. ഇത് നോക്കൂ. ഈ പേജുകളിൽ സിദ്ധാർത്ഥൻ ചുവന്ന മഷി കൊണ്ട് ചിലത് എഴുതിയിട്ടുണ്ട്. മാധവൻ ആ പേജിലേക്ക് ടോർച്ചടിച്ചു. അതിൽ വിറയ്ക്കുന്ന കൈകളോടെ സിദ്ധാർത്ഥൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ വരുന്നു.
എനിക്ക് രക്ഷയില്ല. ഞാൻ എൻ്റെ നിഴലിനെ ഭയപ്പെടുന്നു. എൻ്റെ ശരീരത്തിലെ ചോര അവൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം അതിക്രമിച്ചു മാധവ. നീലമലയിലെ തെക്കിനിയിൽ അവൾ എന്നെ കാത്തിരിക്കുന്നു. തെക്കിനി? മാധവൻ ഓർത്തു. നീലമലയിലെ പ്രധാന പൂജാമുറി താഴ്ത്ത നിലയിലെ തെക്കിനിയിലാണ്. പെട്ടെന്ന് താഴ്ത്ത നിലയിൽ നിന്ന് ഒരു പാദസ്വരത്തിൻ്റെ കിലുക്കം കേട്ടു. അത് വെറുമൊരു കിലുക്കമായിരുന്നില്ല. വളരെ പതുക്കെ താളാത്മകമായി ആരോ നടന്നു നീങ്ങുന്ന ശബ്ദമായിരുന്നു. അതിനൊപ്പം ഒരു സ്ത്രീ വിതുമ്പിക്കരയുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. ആ കരച്ചിൽ പെട്ടെന്ന് അട്ടഹാസമായി മാറി. ആ ഭീകരമായ അട്ടഹാസത്തിൽ മുറിയുടെ ചുവരുകളിൽ നിന്ന് സിമെൻറ്റും കല്ലുകളും പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. മൂവരും ശ്വാസമടക്കി പിടിച്ചു നിന്നു. അഞ്ജലി മാധവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ ശരീരം മുഴുവൻ തണുത്തു വിറയ്ക്കുകയായിരുന്നു. ആരാ താഴെ? രാഹുൽ ഉറക്കെ ചോദിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന മെഡിക്കൽ കത്തി അവൻ മുറുകെ പിടിച്ചു. മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പകരം കരച്ചിലിൻ്റെ ശബ്ദം കൂടി വന്നു. അന്തരീക്ഷത്തിലെ തണുപ്പ് കടുത്തു. ശ്വാസമെടുക്കുമ്പോൾ പുക വരുന്നത് പോലെ തണുപ്പ്. വായുവിൽ പെട്ടെന്ന് കട്ട പിടിച്ച ചോരയുടെ രൂക്ഷമായ മണം പടർന്നു പിടിച്ചു. നമുക്ക് താഴേക്ക് പോകണം. ആ ശബ്ദം എവിടെ നിന്നാണെന്ന് നോക്കണം, രാഹുൽ പറഞ്ഞു. വേണ്ട രാഹുൽ, അത് മനുഷ്യനല്ല. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം, അഞ്ജലി കരഞ്ഞു പറഞ്ഞു. ഇല്ലഞ്ജലി, ഡയറി കണ്ടെത്താതെ ഞാൻ മടങ്ങില്ല. സിദ്ധാർത്ഥന് വേണ്ടി എനിക്കത് ചെയ്തേ തീരൂ, മാധവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ടോർച്ചും പിടിച്ച് മുന്നോട്ട് നടന്നു. തകർന്ന പടവുകൾക്ക് പകരം വശങ്ങളിലെ തടിയൻ കൈവരികളിൽ തൂങ്ങി അവർ എങ്ങനെയോ താഴ്ത്ത നിലയിലെത്തി. തെക്കിന് ലക്ഷ്യമാക്കി നടന്നു. തറവാടിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വലിയൊരു മുറിയായിരുന്നു അത്. ആ മുറിയുടെ കതക് കരിങ്കല്ല് കൊണ്ട് തീർത്തതായിരുന്നു. മാധവൻ കതക് തള്ളി തുറന്നു. മുറിക്കുള്ളിലേക്ക് ടോർച്ചടിച്ച അവർ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. മുറിയുടെ നടുവിലായി വലിയൊരു കോലം കരിയും ചോരയും ഉപയോഗിച്ച് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോരയ്ക്ക് ഇപ്പോഴും ഉണങ്ങാത്ത തിളക്കമുണ്ടായിരുന്നു. അത് പുതിയ ചോരയായിരുന്നു. ആ കോലത്തിൻ്റെ 8 കോണുകളിലും കറുത്ത കോഴികളുടെ തലകൾ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അവയുടെ കണ്ണുകൾ ഇപ്പോഴും ഇമ വെട്ടുന്നുണ്ടായിരുന്നു. കോലത്തിൻ്റെ കൃത്യം നടുവിലായി നിലത്തൊരു ചെറിയ കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിൽ നിന്ന് ചെറിയ പുഴുക്കൾ പുറത്തേക്ക് ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇതേതോ ക്രൂരമായ നരബലിയുടെയോ മൃഗബലിയുടെയോ കോലമാണ്, അഞ്ജലി പറഞ്ഞു. നോക്കൂ, ആ കുഴിക്കുള്ളിൽ എന്തോ ഇരിക്കുന്നുണ്ട്, രാഹുൽ ചൂണ്ടിക്കാണിച്ചു. മാധവൻ പതുക്കെ ആ കോലത്തിനടുത്തേക്ക് നീങ്ങി. നിലത്ത് കിടന്ന ചോരയിൽ ചവിട്ടാതെ അവൻ കുഴിയുടെ അടുത്തേക്ക് കുനിഞ്ഞു. കുഴിക്കുള്ളിൽ കറുത്ത വസ്ത്രത്തിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. മാധവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പൊതി എടുത്തു. വസ്ത്രം മാറ്റിയപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു. അത് വെറും ഒരു തുണിയായിരുന്നില്ല, മനുഷ്യൻ്റെ തൊലി ഒടിഞ്ഞെടുത്തുണ്ടാക്കിയ ഒരു കവറായിരുന്നു അത്. അതിനുള്ളിൽ ചുവന്ന ലെതർ കവറുള്ള സിദ്ധാർത്ഥൻ്റെ കൈപ്പടിയിലുള്ള ആ ഡയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ ഡയറി, മാധവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു. ഡയറി കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ മാധവൻ തിരിഞ്ഞു നടക്കാനാഞ്ഞതും തറവാടിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും ഒരേ സമയം വലിയ ഇടിമിന്നലോടെ അടഞ്ഞു. ശക്തിയായ ഒരു തണുത്ത കാറ്റ് മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറി. മൂവരുടെയും കയ്യിലുണ്ടായിരുന്ന LED ടോർച്ചുകൾ ഒരേ സമയം അണഞ്ഞുപോയി. രാഹുൽ, അഞ്ജലി, ടോർച്ച് തെളിക്കും, മാധവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു. എൻ്റെ ടോർച്ച് വർക്ക് ചെയ്യുന്നില്ല മാധവ, ബാറ്ററികൾ പുതിയതായിരുന്നു, രാഹുൽ പരിഭ്രാന്തിയോടെ ഇരുട്ടിൽ തപ്പിക്കൊണ്ട് പറഞ്ഞു. മുറിയിലാകെ ഘനാന്ധകാരം പരന്നു. പുറത്ത് കനത്ത ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. മിന്നൽ വെളിച്ചം ജനലിലൂടെ അകത്തേക്ക് വീഴുമ്പോൾ മുറിക്കുള്ളിലെ കാഴ്ചകൾ ഭീകരമായി മാറി. പെട്ടെന്ന് നിലത്ത് വരച്ചിരുന്ന യന്ത്രത്തിൻ്റെ നടുവിലായി ഒരു നേരിയ നീലവെളിച്ചം ഉയർന്നു വന്നു. ആ വെളിച്ചം വായുവിൽ പടർന്നപ്പോൾ അവിടെ ഒരു ഭീകരമായ രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് വായുവിൽ ഒഴുകി നടക്കുന്ന ഒരു സ്ത്രീ രൂപമായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും കീറിപ്പറിഞ്ഞതും കട്ട പിടിച്ച രക്തത്തിൽ കുതിർന്നതുമായിരുന്നു. തലമുടി അഴിഞ്ഞൊലിഞ്ഞ് നിലം വരെ നീണ്ടു കിടന്നു. അവളുടെ കണ്ണുകളുണ്ടായിരുന്ന സ്ഥാനത്ത് 2 കറുത്ത വലിയ കുഴികൾ മാത്രമായിരുന്നു. അതിൽ നിന്ന് കറുത്ത ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. വായ തുറന്നപ്പോൾ കൂർത്ത പല്ലുകളും നീളമുള്ള നാക്കും കാണാമായിരുന്നു. അവൾക്ക് മനുഷ്യൻ്റെ രൂപമുണ്ടായിരുന്നെങ്കിലും കൈകളിലെ നഖങ്ങൾ വന്യമൃഗങ്ങളുടേതുപോലെ നീണ്ടതായിരുന്നു. അത് അവൻ്റേതാണ്, ആ ഡയറി ഇവിടെ തന്നെ വയ്ക്കൂ,
ഭയാനകമായ ഒരു ഗാംഭീര്യമുള്ള ശബ്ദം ആ മുറിയിൽ മുഴങ്ങിപ്പൊട്ടി. ആ ശബ്ദതരംഗങ്ങൾ കാരണം മാധവന്റെ ചെവി തുളച്ചു കയറി. അവൻ്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര പൊടിഞ്ഞു. അഞ്ജലി നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. മാധവ, അഞ്ജലിയെ കൊണ്ട് ഓടിക്കോ, ഞാൻ ഇതിനെ നോക്കാം. രാഹുൽ യുക്തിബോധം മറന്ന് തൻ്റെ കയ്യിലെ കത്തിയും പിടിച്ച് ആ രൂപത്തിന് നേരെ പാഞ്ഞു ചെന്നു. അവനെപ്പോഴും അതൊരു മനുഷ്യൻ്റെ വേഷപ്പകർച്ചയാണെന്നാണ് കരുതിയത്. രാഹുൽ തൻ്റെ കത്തി കൊണ്ട് ആ സ്ത്രീ രൂപത്തിൻ്റെ നെഞ്ചിനു നേരെ ആഞ്ഞു വെട്ടി. എന്നാൽ കത്തി അവളുടെ ശരീരത്തിലൂടെ വായുവിലെന്ന വണ്ണം കടന്നുപോയി. രൂപം ക്രൂരമായി ചിരിച്ചു. മിഠിയായ മനുഷ്യൻ, അവൾ അലറി. അടുത്ത നിമിഷം അവളുടെ നീളമുള്ള കൈകൾ രാഹുലിൻ്റെ കഴുത്തിൽ മുറുകി. അവൾ അവനെ ഒരൊറ്റ കൈ കൊണ്ട് വായുവിലേക്ക് ഉയർത്തി. രാഹുൽ ശ്വാസം കിട്ടാതെ കൈകാലുകളിട്ടടിച്ചു. അവളുടെ നീണ്ട നഖങ്ങൾ രാഹുലിൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. പച്ചമാംസം കീറിമുറിക്കുന്ന ശബ്ദം ആ മുറിയിൽ കേട്ടു. രക്തം ചീറ്റിയൊഴുകി. അവൾ രാഹുലിൻ്റെ നെഞ്ച് പിളർന്ന് അവൻ്റെ ഹൃദയം ജീവനോടെ പുറത്തെടുത്തു. മാധവ, രക്ഷിക്ക്! രാഹുലിൻ്റെ അവസാനത്തെ ശബ്ദം അതായിരുന്നു. അവൾ ആ ഉറപ്പുള്ള ഹൃദയം വായിലേക്കിട്ട് കടിച്ചു നിന്നുകൊണ്ട് രാഹുലിൻ്റെ ശരീരം മുറിയുടെ കരിങ്കൽ തൂണിലേക്ക് സർവ്വശക്തിയും എടുത്തെറിഞ്ഞു. രാഹുലിൻ്റെ തല തൂണിലടിച്ച് തകർന്നു. തലച്ചോറും രക്തവും ചുവരിലേക്ക് പടർന്നു. അവൻ തൽക്ഷണം മരിച്ചു വീണു. നിലത്ത് രക്തക്കളം രൂപപ്പെട്ടു. അഞ്ജലി ആ കാഴ്ച കണ്ട് ബോധം കെട്ട് വീണു. മാധവന്റെ ശരീരം ഭയം കൊണ്ട് മരവിച്ചു പോയി. തൻ്റെ സുഹൃത്ത് കൺമുന്നിൽ ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ തനിക്കും അഞ്ജലിക്കും രക്ഷപ്പെട്ടേ തീരൂ. അവൾ പതുക്കെ മാധവന് നേരെ തിരിഞ്ഞു. അവളുടെ കറുത്ത കുഴികളായ കണ്ണുകൾ മാധവന്റെ കയ്യിലെ ഡയറിയിലേക്കായിരുന്നു. അവൾ വായുവിലൊഴുകി മാധവന് നേരെ നീങ്ങി വന്നു. അവളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട തണുത്ത വായു മാധവന്റെ ചർമ്മത്തെ പൊള്ളിച്ചു. ആ രൂപം അവന് തൊട്ടു പിന്നിലെത്തിക്കഴിഞ്ഞിരുന്നു. അവളുടെ തണുത്ത അസ്ഥികൾ മാത്രമുള്ള കൈകൾ മാധവന്റെ കഴുത്തിൽ മുറുകുന്നത് അവൻ അറിഞ്ഞു. അവളുടെ നഖങ്ങൾ അവൻ്റെ കഴുത്തിലെ ചർമ്മം കീറി ചോര വരുത്തി. ശ്വാസം മുട്ടി മരിക്കുമെന്ന ഘട്ടത്തിൽ മാധവൻ തൻ്റെ പോക്കറ്റിൽ കിടന്ന ചെറിയ തീപ്പെട്ടിയെക്കുറിച്ച് ഓർത്തു. അവൻ ഇടത് കൈ കൊണ്ട് കഷ്ടപ്പെട്ട് പോക്കറ്റിൽ നിന്നും തീപ്പെട്ടി എടുത്തു. ഒരു തീപ്പെട്ടിക്കുള്ളി ഉരിച്ചു. തീപ്പെട്ടി വെളിച്ചം കണ്ടതും ആ രൂപം ഒരു ഭീകരമായ നിലവിളിയോടെ പിന്നോട്ട് മാറി. അവളുടെ മുഖം വെളിച്ചത്തിൽ കൂടുതൽ വികൃതമായി തോന്നി. അമാനുഷിക ശക്തികൾക്ക് പ്രകൃതിദത്തമായ അഗ്നിയെ ഭയമാണെന്ന് സിദ്ധാർത്ഥൻ ഒരിക്കൽ പറഞ്ഞത് മാധവൻ ഓർത്തു. അഞ്ജലി, എഴുന്നേൽക്കൂ! മാധവൻ സർവശക്തിയുമെടുത്ത് അഞ്ജലിയെ തോളിലേക്കെടുത്തു. കയ്യിൽ കത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയുമായി അവൻ വാതിലിന് നേരെ പാഞ്ഞു. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതുപോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. മാധവൻ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ പേപ്പർ കിറ്റിന് തീ കൊളുത്തി. അത് വാതിലിൻ്റെ പൂട്ടുകൾക്ക് നേരെ എറിഞ്ഞു. ആ വെളിച്ചത്തിലും ചൂടിലും വാതിലിനെ പിടിച്ചു നിർത്തിയിരുന്ന അദൃശ്യശക്തി കുറഞ്ഞതുപോലെ തോന്നി. മാധവൻ സർവ്വശക്തിയുമെടുത്ത് വാതിൽ ചവിട്ടി തുറന്ന് പുറത്തേക്കോടി. ഹാളിലൂടെ ഓടുമ്പോൾ ചുവരിലെ ചിത്രങ്ങളിൽ രൂപങ്ങൾ തങ്ങളോട് സംസാരിക്കുന്നതായും തറയിൽ നിന്ന് നൂറുകണക്കിന് അസ്ഥികൂട കൈകൾ ഉയർന്ന തൻ്റെ കാലുകളിൽ പിടിക്കാൻ ശ്രമിക്കുന്നതായും മാധവൻ കണ്ടു. അവൻ അവയെല്ലാം വകിഞ്ഞു മാറ്റി പുറത്തേക്ക് ചാടി. കാറിലേക്ക് അഞ്ജലിയും കടത്തി അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സ് എടുക്കുമ്പോൾ കാറിൻ്റെ വിൻഷീൽഡിൽ ആ ഭീകരരൂപം വന്നിടിച്ചു. കറുത്ത കണ്ണുകളാൽ അവൾ അവനെ നോക്കി അലറി. മാധവൻ ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടി. പിന്നിലേക്ക് നോക്കാതെ അവൻ ആ കാട്ടിൽ നിന്ന് പാഞ്ഞ് രക്ഷപ്പെട്ടു. തൊട്ടടുത്തുള്ള ടൗണിലെ ഒരു ചെറിയ പഴയ ലോഡ്ജ് മുറിയിലാണ് മാധവൻ അഞ്ജലിയെയും കൊണ്ട് അഭയം പ്രാപിച്ചത്. നേരം പുലർന്നിരുന്നുവെങ്കിലും രാത്രിയിലെ ഭീകരത അവരുടെ മനസ്സിൽ നിന്ന് മാറിയിരുന്നില്ല. രാഹുലിൻ്റെ ദാരുണമായ മരണം മാധവനെ തളർത്തിക്കളഞ്ഞിരുന്നു. അഞ്ജലി ഒരു കട്ടിലിരുന്ന് വിറച്ചുകൊണ്ട് കരയുകയായിരുന്നു. മാധവ, രാഹുൽ, അവൻ... അഞ്ജലിക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എനിക്കറിയാം അഞ്ജലി, പക്ഷേ നമ്മളിപ്പോൾ പോലീസിൽ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. നമ്മളെ അവർ പ്രതികളാക്കും. നമുക്കാദ്യം സിദ്ധാർത്ഥൻ്റെ ഡയറി വായിക്കണം. അതിൽ ഇതിനുള്ള പരിഹാരമുണ്ടാകും. മാധവൻ അവളെ ആശ്വസിപ്പിച്ചു. മാധവൻ ലോഡ്ജിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അവൻ്റെ കഴുത്തിൽ ആ രൂപത്തിൻ്റെ നഖങ്ങളുണ്ടാക്കിയ മുറിവുകൾ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. ആ മുറിവുകൾക്ക് ചുറ്റുമുള്ള ചർമ്മം കറുപ്പ് നിറമാകുന്നത് അവൻ കണ്ടു. കറുത്ത ഞരമ്പുകൾ അവൻ്റെ കഴുത്തിലൂടെ മുകളിലേക്ക് പടരുകയായിരുന്നു. ആ അമാനുഷിക ജീവിയുടെ വിഷാംശം തന്നിലേക്ക് പടരുകയാണോ എന്നവൻ ഭയന്നു. മേശപ്പുറത്തിരിക്കുന്ന ആ ചുവന്ന ഡയറിയിലേക്ക് അവൻ നോക്കി.
അതിൽ നിന്ന് ഇപ്പോഴും ഒരു പ്രത്യേകതരം വന്യമായ മണം പുറപ്പെടുന്നുണ്ടായിരുന്നു. അവൻ കൈകൾ കഴുകി ധൈര്യം സംഭരിച്ച് അതിൻ്റെ ആദ്യത്തെ താൾ തുറന്നു. സിദ്ധാർത്ഥൻ്റെ പരിചിതമായ എന്നാൽ വിറയാർന്ന അക്ഷരങ്ങൾ അവനെ വരവേറ്റു. വർഷം 2024 ഒക്ടോബർ 12. ഞാനിന്ന് നീലമനയിലെ പഴയ രഹസ്യാറകൾ പരിശോധിക്കുകയായിരുന്നു. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പല സത്യങ്ങളും അതിൽ നിന്നും വ്യക്തമായി. എൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നല്ല. ഞാൻ ഈ ഭൂമിയിലെ ഒരു സാധാരണ ജനനമല്ല. എൻ്റെ മുത്തശ്ശൻ ശങ്കരൻ നമ്പൂതിരി വലിയൊരു മന്ത്രവാദിയായിരുന്നു. അയാൾ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു യക്ഷിയെ ആവാഹിച്ച് അവളിൽ നിന്ന് ജനിച്ച കുട്ടിയുടെ പരമ്പരയിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ശരീരത്തിലോടുന്നത് മനുഷ്യൻ്റെ രക്തം മാത്രമല്ല, ഒരു അമാനുഷിക ശക്തിയുടെ അംശം കൂടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ചെറുപ്പം മുതലേ ചില വിചിത്രമായ കഴിവുകൾ ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും തനിയെ സംഭവിക്കുമായിരുന്നു. അത് എൻ്റെ കഴിവല്ല, മറിച്ച് എൻ്റെ ഉള്ളിലെ ആ ഇരുണ്ട രക്തത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. മാധവൻ വായിച്ചുകൊണ്ടിരിക്കെ ലോഡ്ജ് മുറിയിലെ ജനലുകൾ കാറ്റിലെന്ന വണ്ണം ചെറുതായി ആടാൻ തുടങ്ങി. അന്തരീക്ഷം പെട്ടെന്ന് തണുത്തു. വർഷം 2024 നവംബർ 28. ഞാൻ ആ ശക്തിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നീലമനയിലെ തെക്കിനിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ കോലം എന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ ഒരു സ്ത്രീ വരുന്നുണ്ട്. അവൾക്ക് കണ്ണുകളില്ല, കറുത്ത കുഴികൾ മാത്രം. അവൾ എന്നെ മകനെ എന്നാണ് വിളിക്കുന്നത്. അവൾക്ക് ഈ ലോകത്തേക്ക് വരണം. അതിനായി എൻ്റെ ശരീരം അവൾക്ക് വിട്ടുകൊടുക്കണം. ഞാനതിന് തയ്യാറല്ല. ഞാൻ ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവയ്ക്ക് തീ പിടിക്കുന്നില്ല. മാധവൻ അടുത്ത പേജുകൾ വേഗത്തിൽ മറിച്ചു. സിദ്ധാർത്ഥൻ്റെ അവസ്ഥ മോശമായി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ ആ വരികളിലുണ്ടായിരുന്നു. വർഷം 2025 ജനുവരി 5. എനിക്ക് ചുറ്റും വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ തനിയെ സംഭവിക്കുന്നു. എനിക്ക് മരണപ്പെട്ടവരുടെ ആത്മാക്കളെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ശക്തികൾ എന്നെ നന്മയിലേക്കല്ല നയിക്കുന്നത്. എന്നെ ജനിപ്പിച്ച ആ ഇരുണ്ട ശക്തി, ആ യക്ഷിയുടെ ആത്മാവ് എൻ്റെ ശരീരത്തെ പൂർണ്ണമായി കീഴടക്കാൻ ശ്രമിക്കുകയാണ്. രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ശരീരം എൻ്റെ നിയന്ത്രണത്തിലല്ലാതെ പുറത്തു പോകുന്നു. കാട്ടിലെ മൃഗങ്ങളെ കൊന്ന് ചോര കുടിക്കുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. എന്നാൽ രാവിലെ ഉണരുമ്പോൾ എൻ്റെ വായിൽ ചോരയുടെ രുചിയും നഖങ്ങളിൽ മാംസക്കഷ്ണങ്ങളും ഉണ്ടാകാറുണ്ട്. ഞാൻ ഒരു മൃഗമായി, ഒരു പിശാചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, സിദ്ധാർത്ഥനതൊക്കെ അനുഭവിച്ചിട്ടാണോ നമ്മുടെ കൂടെ ജീവിച്ചത്? അഞ്ജലി കണ്ണീരോടെ ചോദിച്ചു. വർഷം 2025 മാർച്ച് 18. ഞാൻ എൻ്റെ പേരും അടയാളങ്ങളും മാറ്റാൻ ശ്രമിച്ചു. എൻ്റെ ഗവേഷണങ്ങൾ ഞാൻ നിർത്തി. പക്ഷേ അവൾ എന്നെ വിടുന്നില്ല. ഞാൻ മരിച്ചാലും എൻ്റെ പേര് ഈ ലോകം അറിയരുത്. കാരണം എൻ്റെ പേര് ഉച്ചരിച്ചാൽ പോലും ആ ശക്തികൾക്ക് ഈ ലോകത്തേക്ക് വരാൻ ഒരു വഴി തുറക്കപ്പെടും. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് ഒരു നിഗൂഢതയായി അവശേഷിപ്പിക്കുന്നു. എൻ്റെ യഥാർത്ഥ പേര് ഒരു മന്ത്രമാണ്. അത് പുറത്തു വന്നാൽ ഈ ലോകം നശിക്കും. മാധവൻ്റെ കഴുത്തിലെ വേദന കൂടി വന്നു. അവൻ്റെ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നി. അവൻ അവസാന താളുകളിലേക്ക് വന്നു. അവിടെ അക്ഷരങ്ങളുടെ വടിവ് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ചോര കൊണ്ടാണ് ചില ഭാഗങ്ങൾ എഴുതിയിരുന്നത്. വർഷം 2026 മെയ് 25. അവൾ എൻ്റെ അരികിലെത്തിക്കഴിഞ്ഞു. എൻ്റെ ഓരോ ശ്വാസത്തിലും അവളുടെ തണുപ്പ് ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ കണ്ണുകളിലൂടെ നോക്കുന്നത് ഇപ്പോൾ അവളാണ്. എനിക്കിനി അധികം സമയമില്ല മാധവ. നീ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതല്ല. അവൾ എൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്. ഇവിടെ നീ നശിപ്പിച്ചു കളയണം. നീ അത് നീലമലയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നുവെന്ന് എനിക്കറിയാം. പക്ഷേ നീ വലിയൊരു തെറ്റാണ് ചെയ്തത്. നീ അത് അവർ തന്നെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ അവൾ നിന്നെ മണം പിടിച്ചു വരും. ഈ ഡയറി പൂർണ്ണമായും കത്തിയമർന്നാൽ മാത്രമേ അവളുടെ ശക്തി ക്ഷയിക്കുകയുള്ളൂ. എൻ്റെ പേര്, എൻ്റെ യഥാർത്ഥ പേര്. അവിടെ ആ പേര് എഴുതിയിരുന്ന ഭാഗം വലിയ രീതിയിൽ കീറപ്പെടുകയും അതിനു മുകളിൽ കറുത്ത രക്തം കട്ട പിടിച്ച് കിടക്കുകയും ചെയ്തിരുന്നു. ആ പേര് വായിക്കാൻ മാധവൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. മാധവ, നിന്റെ കഴുത്ത് നോക്ക്, അഞ്ജലി ഭയത്തോടെ വിളിച്ചു പറഞ്ഞു. മാധവൻ കണ്ണാടിയിൽ നോക്കി. ആ കറുത്ത ഞരമ്പുകൾ ഇപ്പോൾ അവൻ്റെ മുഖത്തേക്ക് പടരാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ കണ്ണുകളിലെ വെളുത്ത ഭാഗം നേരിയ രീതിയിൽ ചുവക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു അഞ്ജലി.
വെള്ളമല്ല, എനിക്ക് ചോര കുടിക്കാൻ തോന്നുന്നു, മാധവൻ വിചിത്രമായ ശബ്ദത്തിൽ പറഞ്ഞു. അന്ന് രാത്രി മാധവനും അഞ്ജലിയും ആ ലോഡ്ജ് മുറിയിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു. പുറത്ത് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഇടിയും മിന്നലും അന്തരീക്ഷത്തെ ഭീതിജനകമാക്കി. മാധവൻ ഡയറി കയ്യിൽ പിടിച്ച് കട്ടിലിരുന്നു. ഉറങ്ങാൻ അവന് ഭയമായിരുന്നു. ഉറങ്ങിയാൽ സിദ്ധാർത്ഥനെ പോലെ താനും ആ രൂപത്തിൻ്റെ ഇരയാകുമോ എന്ന് അവൻ ഭയന്നു. അഞ്ജലി ഒരു കസാരയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രി 12 മണിയായപ്പോൾ ലോഡ്ജിലെ കറണ്ട് പോയി. ജനലിന് പുറത്ത് മിന്നലടിക്കുമ്പോൾ മുറിക്കുള്ളിൽ വലിയ നിഴലുകൾ രൂപപ്പെട്ടു. പെട്ടെന്ന് ലോഡ്ജ് മുറിയുടെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. മാധവൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഈ അർദ്ധരാത്രിയിൽ ആരാണ്? ലോഡ്ജിലെ ജീവനക്കാരായിരിക്കുമോ? ആരാണ്? മാധവൻ ചോദിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് വാതിൽ തനിയെ തുറന്നു. വാതിലിനപ്പുറം ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇടനാഴിയിൽ നിന്ന് മുറിക്കുള്ളിലേക്ക് കറുത്തൊരു പുക അരിച്ചു കയറാൻ തുടങ്ങി. ആ പുകയ്ക്ക് ചീഞ്ഞ മാംസത്തിൻ്റെ ഗന്ധമായിരുന്നു. മാധവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മാറി. അഞ്ജലി മാധവൻ്റെ പിന്നിൽ ഒളിച്ചു. പെട്ടെന്ന് മുറിയുടെ മേൽക്കൂരയിൽ നിന്ന് ഒരു തുള്ളി കറുത്ത രക്തം മാധവൻ്റെ കയ്യിൽ വീണു. അവൻ മുകളിലേക്ക് നോക്കി. മേൽക്കൂരയിൽ തലകീഴായി ആ ഭീകരരൂപം ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. അവളുടെ നീളമുള്ള മുടി താഴേക്ക് തൂങ്ങിക്കിടന്നു. അവൾ മാധവനെ നോക്കി ഭ്രാന്തമായി ചിരിക്കാൻ തുടങ്ങി. ആ ചിരിയിൽ മുറിയിലെ ജനൽ ഗ്ലാസുകൾ ഒന്നടങ്കം തകർന്നു വീണു. നീ വിചാരിച്ചോ നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്? അവൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. മാധവൻ അഞ്ജലിയെയും കൂട്ടി വാതിലിലൂടെ പുറത്തേക്കോടാൻ ശ്രമിച്ചെങ്കിലും ഇടനാഴി മുഴുവൻ കറുത്ത പുകയാൽ മൂടപ്പെട്ടിരുന്നു. അവന് വഴി കാണാൻ കഴിഞ്ഞില്ല. അവൻ മുറിക്കുള്ളിലേക്ക് തന്നെ തിരിച്ചോടി. ആ രൂപം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ തൻ്റെ നീളമുള്ള കൈകൾ കൊണ്ട് മാധവനെ പിടിച്ച് ചുവരിലേക്ക് എറിഞ്ഞു. മാധവൻ ശക്തമായി ചുവരിലടിച്ച് നിലത്ത് വീണു. അവൻ്റെ വായിൽ നിന്ന് ചോര വന്നു. ഡയറി മേശപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ രൂപം ഡയറിയുടെ അടുത്തേക്ക് നീങ്ങി. അവൾക്കത് കൈക്കലാക്കണം. അത് കിട്ടിയാൽ സിദ്ധാർത്ഥൻ്റെ ആത്മാവിനെ അവൾക്ക് എന്നേക്കുമായി തടവിലാക്കാം. ഒപ്പം മാധവൻ്റെ ശരീരവും കീഴടക്കാം. മാധവന് മനസ്സിലായി, ഇനി ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഇത് ജീവനും മരണത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. സിദ്ധാർത്ഥൻ ഡയറിയിൽ എഴുതിയത് അവൻ ഓർത്തു. ഈ ഡയറി പൂർണ്ണമായും കത്തിയമർന്നാൽ മാത്രമേ അവളുടെ ശക്തി ക്ഷയിക്കുകയുള്ളൂ. അവൻ നിലത്തുനിന്ന് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് തൻ്റെ പോക്കറ്റിലിരുന്ന ലൈറ്റർ ഒന്ന് തപ്പിയെടുത്തു. ആ രൂപം ഡയറി കയ്യിലെടുക്കാൻ ആഞ്ഞ നിമിഷം മാധവൻ മുന്നോട്ട് പാഞ്ഞു ചെന്ന് മേശപ്പുറത്തുണ്ടായിരുന്ന സ്പിരിറ്റ് കുപ്പി ഡയറിക്ക് മുകളിലേക്ക് ഒഴിച്ചു. അതിനുശേഷം അവൻ ലൈറ്റർ കത്തിച്ച് ഡയറിക്ക് നേരെ എറിഞ്ഞു. ഡയറിയിൽ വലിയ രീതിയിൽ തീ പിടിച്ചു. നീലയും ചുവപ്പും കലർന്ന ജ്വാലകൾ ഉയർന്നു പൊങ്ങി. ആ നിമിഷം ആ ഭീകരരൂപം വലിയൊരു നിലവിളിയോടെ പിന്നോട്ട് മാറി. ഡയറി കത്തുമ്പോൾ അവളുടെ ശരീരത്തിലും തീ പിടിക്കുന്നത് പോലെ അവൾ വായുവിൽ കിടന്ന് പുളഞ്ഞു. അവളുടെ ശരീരത്തിലെ മാംസം ഒന്നൊന്നായി ഉരുകി നിലത്ത് വീഴാൻ തുടങ്ങി. വേണ്ട, അതണക്കി, ഞാനവനെ വിട്ടുതരാം. അവൾ ദയനീയമായി അലറി. അവളുടെ ചർമ്മം ഉരുകിയൊലിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് അഞ്ജലി ചെവികൾ പൊത്തിപ്പിടിച്ചു. എന്നാൽ മാധവൻ പിന്മാറിയില്ല. അവൻ കത്തുന്ന ഡയറിയിലേക്ക് മുറിയിലുണ്ടായിരുന്ന പുസ്തകങ്ങളും പേപ്പറുകളും കൂടുതൽ എറിഞ്ഞു കൊടുത്തു. തീ കനത്തു. ആ രൂപത്തിൻ്റെ ശരീരം പകുതിയിലധികം ഉരുകിക്കഴിഞ്ഞിരുന്നു. അവൾ മാധവനെ നോക്കി അവസാനമായി ഒരു ശാപം പോലെ അലറി. തുടർന്ന് ഒരു വലിയ പുകപടലമായി മാറി അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതെയായി. ഡയറി പൂർണ്ണമായും കത്തിയമർന്നു. വെറും ചാരം മാത്രം ബാക്കിയായി. മുറിയിലെ തണുപ്പും ഭീകരതയും മാറി. സാധാരണ അന്തരീക്ഷം തിരിച്ചു വന്നു. പുറത്ത് പെയ്തിരുന്ന മഴയും ശമിച്ചിരുന്നു. മാധവൻ തളർന്നു നിലത്തിരുന്നു. അവൻ്റെ കഴുത്തിലെ വേദന പതുക്കെ കുറയാൻ തുടങ്ങി. കറുത്ത ഞരമ്പുകൾ അപ്രത്യക്ഷമായി. മാധവനും അഞ്ജലിയും ആ ലോഡ്ജ് മുറിയിലിരുന്ന് ഏകാന്തതയിലേക്ക് ആണ്ടുപോയി. രാഹുലിൻ്റെ മരണം അവരെ വലിയൊരു ആഘാതത്തിലാക്കിയിരുന്നു. പിറ്റേ ദിവസം അവർ പോലീസിൽ വിവരം അറിയിച്ചു. നീലമനയിൽ വെച്ച് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിലാണ് രാഹുൽ കൊല്ലപ്പെട്ടതെന്ന് അവർക്ക് വരുത്തി തീർക്കേണ്ടി വന്നു. കാരണം യഥാർത്ഥ സത്യം പോലീസ് വിശ്വസിക്കില്ലായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. മാധവൻ കൊച്ചിയിലെ തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി. എങ്കിലും അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. സിദ്ധാർത്ഥൻ്റെ ഡയറി കത്തിയമർന്നെങ്കിലും ആ കത്തിൻ്റെ അവസാന വരികൾ അവൻ്റെ മനസ്സിൽ അവശേഷിച്ചു. സിദ്ധാർത്ഥൻ്റെ യഥാർത്ഥ പേരെന്തായിരിക്കും? ആ പേര് ഒരു മന്ത്രമാണെങ്കിൽ അതെവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്?
ഒരു ദിവസം മാധവൻ തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അഞ്ജലിയുടെ ഫോൺ കോൾ വന്നു. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാധവ, നീ ഉടനെ എൻ്റെ ഓഫീസിലേക്ക് വരണം. ഞാൻ സിദ്ധാർത്ഥൻ മുമ്പ് തന്നിരുന്ന ചില പുരാതന രേഖകൾ വീണ്ടും പരിശോധിക്കുകയായിരുന്നു. അതിൽ ഭയങ്കരമായ ചിലത് ഞാൻ കണ്ടെത്തി. മാധവൻ ഒട്ടും സമയം കളയാതെ അഞ്ജലിയുടെ ഓഫീസിലെത്തി. അഞ്ജലി ചുവരുകളിൽ പല പുരാതന ലിപികളുടെയും ചിത്രം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ മേശപ്പുറത്ത് നീലമണിയുടെ ചിത്രരേഖകൾ ഉണ്ടായിരുന്നു. എന്താ അഞ്ജലി, എന്താണ് നീ കണ്ടെത്തിയത്? മാധവൻ ചോദിച്ചു. മാധവ, നമ്മൾ വിചാരിച്ചത് ആ ഡയറി കത്തിയപ്പോൾ എല്ലാം അവസാനിച്ചുവെന്നാണ്. എന്നാലില്ല. നീലമനയിലെ ശങ്കരൻ നമ്പൂതിരി ആവാഹിച്ച യക്ഷി വെറുമൊരു പ്രേതമല്ല. അവൾ രക്തമാത എന്ന പുരാതന അസുരശക്തിയുടെ കാവൽക്കാരിയാണ്. ശങ്കരൻ നമ്പൂതിരി എഴുതിയ ഒരു താളിയോലയുടെ പകർപ്പ് എനിക്ക് കിട്ടി. അതിൽ പറയുന്നത് നോക്കൂ. അഞ്ജലി ആ രേഖ വായിച്ചു. യക്ഷിയുടെ ശാപം തീരണമെങ്കിൽ അവളുടെ ചോരയുടെ പരമ്പരയിലെ അവസാനത്തെ ആളും ഇല്ലാതാകണം. സിദ്ധാർത്ഥൻ മരിച്ചെങ്കിലും അവൻ തൻ്റെ ചോരയുടെ ഒരു അംശം മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ട്. ആ ആളുടെ ശരീരത്തിലൂടെ യക്ഷി വീണ്ടും ഉണരും. ഡയറി കത്തിയത് അവളുടെ താൽക്കാലികമായ അടങ്ങൽ മാത്രമാണ്. മാധവൻ ഞെട്ടിപ്പോയി. അവസാനത്തെ ആൾ അതാരാണ്? എനിക്കറിയില്ല മാധവ. സിദ്ധാർത്ഥന് മറ്റ് ബന്ധുക്കൾ ആരുമില്ലായിരുന്നു. പിന്നെ അവൻ ആർക്കാണിത് കൈമാറിയത്? അഞ്ജലി ആലോചനയിലാണ്. പെട്ടെന്ന് മാധവന് തൻ്റെ കഴുത്തിലെ ആ പഴയ മുറിവോർമ്മ വന്നു. യക്ഷി അവനെ ആക്രമിച്ചപ്പോൾ അവളുടെ നഖങ്ങൾ അവൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അവൻ്റെ ശരീരത്തിലേക്ക് അവളുടെ വിഷം പടർന്നിരുന്നു. ഡയറി കത്തിയപ്പോൾ ആ മുറിവ് ഉണങ്ങിയെങ്കിലും അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? മാധവൻ പതുക്കെ എഴുന്നേറ്റ് അഞ്ജലിയുടെ ഓഫീസിലെ കണ്ണാടിക്ക് മുൻപിൽ നിന്നു. അവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് മാറ്റിവെച്ചു. കഴുത്തിലെ ആ മുറിപ്പാടിലേക്ക് അവൻ നോക്കി. മുറിപ്പാട് ഉണങ്ങിയിരുന്നില്ല. പകരം അത് വിചിത്രമായ ഒരു പുരാതന ലിപിയുടെ ആകൃതി സ്വീകരിച്ചിരുന്നു. ആ ലിപി ചെറുതായി ചുവന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും നേർത്ത രീതിയിൽ ചോര പൊടിയുന്നുണ്ടായിരുന്നു. അഞ്ജലി, ഇത് നോക്ക്. മാധവൻ്റെ ശബ്ദം മാറി മറിഞ്ഞു. അത് സിദ്ധാർത്ഥൻ്റെ ശബ്ദം പോലെ തോന്നിപ്പിച്ചു. അഞ്ജലി ഓടി വന്ന് മാധവൻ്റെ കഴുത്തിലേക്ക് നോക്കി. അവൾ ഭയന്ന് പിന്നോട്ട് മാറി. ദൈവമേ മാധവ, ആ ലിപി, അത് രക്തഭൈരവൻ എന്ന മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. സിദ്ധാർത്ഥൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഇരുണ്ട രക്തം ഇപ്പോൾ നിന്റെ ശരീരത്തിലാണ് ഓടുന്നത്. മാധവൻ കണ്ണാടിയിലേക്ക് നോക്കി. കണ്ണാടിയിൽ അവൻ്റെ നിഴലിൻ്റെ കണ്ണുകൾ കറുത്ത കുഴികളായി മാറുന്നത് അവൻ കണ്ടു. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് അവൻ തൻ്റെ കൈകൾ നോക്കി. അവൻ്റെ നഖങ്ങൾ നീണ്ടു കൂർത്ത് വരികയാണ്. മാധവ, നിനക്ക് എന്താണ് പറ്റുന്നത്? അഞ്ജലി ഉറക്ക നിലവിളിച്ചു. എനിക്ക് ദാഹിക്കുന്നു അഞ്ജലി. നിന്റെ കഴുത്തിലെ ആ ചോരക്കുഴൽ എനിക്ക് കാണാം. മാധവൻ ഭ്രാന്തമായ കണ്ണുകളോടെ അഞ്ജലിക്ക് നേരെ തിരിഞ്ഞു. അവൻ്റെ ഉള്ളിലെ മനുഷ്യൻ ആ ഇരുണ്ട ശക്തിക്ക് കീഴടങ്ങുകയായിരുന്നു. അഞ്ജലി ഓഫീസിലെ മേശപ്പുറത്തിരുന്ന ഒരു ചെറിയ വിളക്കെടുത്ത് മാധവന് നേരെ എറിഞ്ഞു. വിളക്ക് നിലത്ത് വീണ് തീ പടർന്നപ്പോൾ മാധവൻ ഒരു നിലവിളിയോടെ പിന്നോട്ട് മാറി. ആ വെളിച്ചത്തിൽ അവൻ്റെ ബോധം തിരികെ വന്നു. അഞ്ജലി, എന്നെ ഓടാൻ അനുവദിക്കൂ. ഞാൻ ഒരു പിശാചായി മാറുകയാണ്. മാധവൻ തലയിൽ കൈവച്ച് നിലവിളിച്ചു. മാധവൻ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഓടി. അവൻ തൻ്റെ കാറിലേക്ക് ചാടിക്കയറി വണ്ടി ഓടിച്ച് എങ്ങോട്ടൊന്നില്ലാതെ അവൻ പാഞ്ഞു. തൻ്റെ സുഹൃത്തിനെ വേട്ടയാടിയ അതേ ശക്തി ഇപ്പോൾ തന്നെയും വേട്ടയാടുകയാണ്. താൻ എവിടെ പോകും? അവൻ കാർ വയനാട്ടിലെ കാടുകളിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. നീലമലയിലെ ആ ഇരുട്ടറകളിൽ മാത്രമേ തനിക്കിനി അഭയമുള്ളൂ. തൻ്റെ ഉള്ളിലെ പിശാചിനെ തളയ്ക്കണമെങ്കിൽ അവിടുത്തെ രഹസ്യങ്ങൾ പൂർണ്ണമായും അറിഞ്ഞേ തീരൂ. അഞ്ജലി ഓഫീസിലിരുന്ന് കരയുകയായിരുന്നു. അവൾക്ക് മനസ്സിലായി, മാധവനെ രക്ഷിക്കണമെങ്കിൽ താൻ തനിച്ചല്ല ഇറങ്ങേണ്ടത്. ശങ്കരൻ നമ്പൂതിരിയുടെ പരമ്പരയിലെ മറ്റ് രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളെ അവൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അവൾ സിദ്ധാർത്ഥൻ്റെ പഴയ ഡയറിക്കുറിപ്പുകൾ വീണ്ടും പരിശോധിച്ചു. അതിലൊരു പേരുണ്ടായിരുന്നു, ഈശ്വരവർമ്മ. പ്രൊഫസർ ഈശ്വരവർമ്മ. ഹിമാലയത്തിലെ നിഗൂഢ വിദ്യകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു മന്ത്രശാസ്ത്ര ഗവേഷകൻ. മാധവൻ്റെ കാർ നീലമലയുടെ കവാടത്തിന് മുന്നിൽ വന്നു നിന്നു. രാത്രി കനത്തിരുന്നു. ആകാശത്ത് ചോര നിറത്തിലുള്ള ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിന്നിരുന്നു. രക്തനിലാവ്. മാധവൻ കാറിൽ നിന്നിറങ്ങി. അവൻ്റെ കണ്ണുകൾ ഇപ്പോൾ പൂർണ്ണമായും കറുപ്പായിരുന്നു. അവൻ തറവാടിൻ്റെ കവാടം തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി. തെക്കനിയിലെ ആ കരിഞ്ഞ ചാരത്തിനടുത്തേക്ക് അവൻ നടന്നു.
നിലത്ത് കിടന്ന ചാരത്തിൽ നിന്നും പതുക്കെ ഒരു നീല വെളിച്ചം വീണ്ടും ഉയർന്നു വന്നു. ആ വെളിച്ചം മാധവന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങി. മാധവന്റെ ചർമ്മം കറുത്തതടിക്കാനും അവൻ്റെ വായിൽ നിന്ന് കൂർത്ത പല്ലുകൾ പുറത്തേക്ക് വരാനും തുടങ്ങി. മാധവൻ ആകാശത്തുദിച്ചു നിൽക്കുന്ന രക്തനിലാവിനെ നോക്കി ഭീതിജനകമായ രീതിയിൽ അലറി വിളിച്ചു. ആ ശബ്ദം വയനാട്ടിലെ കാടുകളാകെ പിടിച്ചു കുലുക്കി. അതേസമയം തിരുവനന്തപുരത്തെ ഒരു പഴയ ലൈബ്രറിയിലിരുന്ന് പ്രൊഫസർ ഈശ്വരവർമ്മ ഒരു പുരാതന താളിയോല വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ താളിയോലയിലെ അക്ഷരങ്ങളിൽ നിന്നും ചോര പൊടിയാൻ തുടങ്ങി. അദ്ദേഹം ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റു. ജനാലിക്കപ്പുറം ഉദിച്ചു നിൽക്കുന്ന രക്തനിലാവിനെ നോക്കി അദ്ദേഹം ഭീതിയോടെ പിറുപിറുത്തു. അവൻ പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു. ശങ്കരൻ നമ്പൂതിരിയുടെ ആത്യന്തിക ശാപം. രക്തഭൈരവൻ മാധവനിലൂടെ പൂർണ്ണമായിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് വെറുമൊരു രാത്രിയല്ല, മനുഷ്യവംശത്തിൻ്റെ തന്നെ മഹാവിനാശത്തിൻ്റെ ചോരമണക്കുന്ന രാത്രികളാണ്.